പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ പൗലോസിനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവനും വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട്, ആരാണ്? ഈ അമ്മയുടെ ഗർഭത്തിൽ മുതൽ മുടന്തനായ ലൂസ്ത്രയിലെ മനുഷ്യനാണ് പൗലോസ് സംസാരിക്കുന്നത് കേട്ട്. ഹല്ലേലൂയ. അവൻ പൗലോസിനെ ഉറ്റുനോക്കി. പ്രൈസ്. അപ്പോസ്തലരുടെ 14-ാം അധ്യായം എന്ന് പറയുന്നത്, പൗലോസും ബർന്നബാസും ഇക്കോനിയിൽ എത്തി. ഇക്കോനിയിൽ നിന്നും ലൂസ്ത്ര, ദെർബ എന്നീ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം ഹല്ലേലൂയ സകല ജാതികൾക്കും നൽകി. അപ്പോസ്തലനായ പൗലോസിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ നടക്കുന്ന ആ മഹനീയമായ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തം ചെയ്യാം. ഹല്ലേലൂയ. ലൂസ്ത്ര എന്ന നാട്ടിൽ വെച്ച് പൗലോസ് മുടന്തനായ ഒരു മനുഷ്യനെ കണ്ട് രക്ഷ പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, അവന് രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കി. പൗലോസ് അവനോട് കാലൂന്നി നിൽക്കുവാൻ ഉറക്കെ പറയുന്നു. ഉടനെ അവൻ കുതിച്ചെഴുന്നേറ്റു എന്നൊക്കെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ റോമൻ കോളനി ആയിരുന്നു ലൂസ്ത്ര എന്ന് പറയുന്നത്. അവിടെ ജന്മനാ മുടന്തനായ ഒരാളെ പൗലോസ് സൗഖ്യമാക്കിയത് കണ്ടപ്പോൾ അവിടെയുള്ള ഹല്ലേലൂയ ജനം പൗലോസിനെ ഹെർമീസ് അഥവാ ബുധൻ എന്നും ബർന്നബാസിനെ സേയൂസ് അഥവാ ഇന്ദ്രൻ എന്നും പേർ വിളിച്ചു. അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുവാനും ശ്രമിച്ചു. പക്ഷെ പൗലോസ് അത് ശക്തമായി തടഞ്ഞു. നഖശിഖാന്തം തടഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഈ വ്യർത്ഥ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന ലൂസ്ത്രയിലുള്ള ജനത്തോട് പറയുക. അപ്പം പൗലോസും ബർന്നബാസും കൂടെ ലൂസ്ത്ര സന്ദർശിച്ച് മനുഷ്യ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനത്തിന് അതുവരെ ദൈവം ആരെന്നറിയില്ല, യേശു ആരെന്നറിയില്ല. അവർ മുൻകാലങ്ങളിൽ വെച്ച് ആരാധിച്ച് പൂജിച്ചു പോരുന്ന ദേവന്മാരെ മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് പൗലോസിനെ ബുധൻ എന്നും ഹല്ലേലൂയ ആമേ ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പേരിട്ട് ആ മുടന്തന്റെ സൗഖ്യത്തിൽ പൗലോസിനും ബർന്നബാസിന്റെ യാഗം കഴിപ്പാൻ അവർ ശ്രമിക്കുക. ആ സമയത്താണ് പൗലോസിന് അവർക്ക് തക്കതായ മറുപടി ദൈവവചനത്തിൽ കൊടുത്ത്, ഞാനും ബർന്നബാസും ഒക്കെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ, ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങൾക്ക് ദൈവങ്ങളാകാനും പറ്റത്തില്ല. പിന്നെ ദൈവത്താൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലത്വ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളെ നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ലൂസ്ത്രയിലെ ജനത്തെ ഉപദേശിക്കുന്ന കാണാൻ കഴിയും. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ വ്യർത്ഥമായ കാര്യങ്ങൾ, വ്യർത്ഥമായ ആചാര അനുഷ്ഠാനങ്ങൾ നീ വിട്ട് ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ അധികാരി, സകലത്തിന്റെയും അധികാരിയായിരിക്കുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിലെ മുടന്ത് ദൈവം മാറ്റിത്തരും. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ മുടന്താണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് പലവിധമായ മുടന്ത് പ്രാപിച്ചവരാ. മുടന്തനേക്കാൾ മുടന്തുള്ളവനായിട്ടാണ് മുടന്തില്ലാത്തവന്റെ ജീവിതം. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥത്തിൽ സൗഖ്യം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പം പൗലോസ് സംസാരിക്കുന്നവൻ കേട്ടുവൻ പൗലോസിനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടോ എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പൗലോസ് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റും നടന്ന് ഹല്ലേലൂയ പൗലോസ് ചെയ്ത് പുരുഷാരം കണ്ടിട്ട് ഹല്ലേലൂയ
ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോനിയ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. പൗലോസിന്റെ വാക്കുകൾക്കകത്തെ അധികാരം നമ്മൾ ചിന്തിക്കണം. ലേരിയസ്, നീ കുതിച്ചെഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ, നീ എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറഞ്ഞത്, കാലും നീ എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നെങ്കിൽ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള, ജീവനുള്ള, സൗഖ്യം തരുന്ന പ്രമാണം എന്നുണ്ടെങ്കിൽ വിശുദ്ധ സത്യവേദപുസ്തകം. ഇതിനകത്തെ വചനങ്ങൾ ജീവിപ്പിക്കുന്നതാണ്, ജീവനുള്ള വചനമാണ്. ഈ വചനം ദൈവമാണ്. അല്ലേ? ഈ വചനത്തിന് ദൈവത്തോടുള്ള ശക്തിയുണ്ട്. ആദിയിൽ വചനമായിരുന്നവൻ, അല്ലേ, ദൈവമായിരുന്നവൻ എന്നൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പം ഈ വചനത്തിന്റെ ശക്തിയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പം പൗലോസിന്റെ നാവിൽ നിന്നും വചനം പുറപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റപ്പോൾ ലുക്കവോനിയിലെ ജനം ഓർത്തു, ഇവരേതോ ദേവന്മാരായിരിക്കുമെന്ന്. അല്ലേലിയ. ദേവന്മാർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയത്തില്ല. ദേവന്മാർക്കും ദൈവമാർക്കും ഒക്കെ സൗഖ്യമുണ്ടെന്ന് മുൻകാലങ്ങളിൽ ഇപ്പോഴും തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ യഥാർത്ഥ സൗഖ്യത്തിന്റെ ഉടയവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഏതാണ്, പ്രതികൂലങ്ങൾ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, ഈ മുടന്തനായ മനുഷ്യൻ പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടതുപോലെ നിങ്ങളിടയിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, അവരെ നിങ്ങൾ ശ്രദ്ധിച്ച് അവർ പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വചനത്തിനകത്ത് നിങ്ങൾക്കൊരു വിടുതലുണ്ട്. ആ വചനത്തിനകത്ത് നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. സകല രോഗത്തിനും വൈദ്യൻ യേശു കർത്താവാണ്. അല്ലേലിയ. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സകല രോഗത്തിനും ചികിത്സിക്കുന്ന ഒരു ഡോക്ടറില്ല. ഒരു ഡോക്ടറെ കാണുമ്പോൾ മറ്റൊരു ഡോക്ടർ, അങ്ങനെ കണ്ട് പല രോഗങ്ങൾ പല ഡോക്ടർമാരാണ് ചികിത്സിക്കുന്നത്. പല മെഡിസിൻ അവിടെ തരുന്നത്. എന്നിട്ട് സൗഖ്യമുണ്ട്, സൗഖ്യമില്ല. എന്നാൽ സകല രോഗത്തിനും ചികിത്സ നൽകുന്ന, സകല രോഗത്തിനും വൈദ്യനായിരിക്കുന്ന, ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നീ വരുന്നെങ്കിൽ, യേശുവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ സകല രോഗത്തിനും യേശു സൗഖ്യം തരും. ശിരസ് തൊട്ടുള്ളങ്കാൽ വരെ മനുഷ്യ ശരീരത്തിൽ എണ്ണിയാതീരാത്ത രോഗമാണ്. അല്ലേരിയ. മനുഷ്യന്റെ ശരീരത്തിനകത്തും പുറത്തുമായി ഏതെല്ലാം രോഗങ്ങൾ. ഓരോ ദിവസവും രോഗത്തിന്റെ പേര് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം രോഗത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന നിനക്ക് സൗഖ്യമില്ലാതെ നീ പല വഴികളും പല വാതിലുകളും മുട്ടി നോക്കി, പല സ്ഥലത്ത് നീ കയറിയിറങ്ങി നോക്കി, പലർക്കും പലതും നീ കൊടുത്ത്, പല നേർച്ച കാഴ്ചകൾ നീ ചെയ്തു, പല യാഗങ്ങളും കഴിച്ചു. അവിടെയൊന്നും നിനക്ക് സൗഖ്യം കിട്ടാതെ ഇന്നും ഈ മുടന്തനെ പോലെ ജീവിതത്തിൽ മുടന്തമായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ രക്തം ചെയ്യും. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ശക്തമായ ദൂത്, സാക്ഷാൽ ജീവനുള്ള ദൈവത്തിലേക്ക്, സൗഖ്യം തരുന്ന യേശുവിലേക്ക് നീ മടങ്ങി വരുന്നെങ്കിൽ, ഈ ലൂസ്ത്രയിലെ മുടന്തന് സൗഖ്യം കൊടുത്തതുപോലെ, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നതുപോലെ നിന്റെ ആത്മീയ മുടന്തും മാറി ദൈവം നിന്നെ സൗഖ്യമാക്കും. അല്ലേലിയ. അപ്പൊ ലോകത്തിൽ സകല വൈദ്യന്മാർ പല മരുന്നുകളാണ് തരുന്നത്. ഒരു മരുന്ന് നമുക്ക് അങ്ങോട്ട് ഭരിക്കണമെന്നില്ല. എന്നാൽ യേശുക്രിസ്തു തരുന്ന മരുന്ന് അവന്റെ വചനമാണ്. ആ വചനമാണ്. അപ്പോൾ തന്നെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട യേശുവിന്റെ രക്തം സകല പാപവും രോഗവും നോക്കി നമ്മളെ സൗഖ്യമാക്കും വിശ്വസിക്കുമ്പോൾ. അപ്പൊ നിന്ന പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വങ്ങൾ, മുടന്ത് പോലെയുള്ള അരാജകത്വങ്ങൾ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം ഒരു മുടന്താണ്, നിന്റെ മക്കളുടെ അല്ലെങ്കിൽ മദ്യപാനം ലഹരി ഒരു മുടന്താണ്, വഴിവിട്ട ജീവിതം ഒരു മുടന്താ. അല്ലേരിയ. ദൈവത്തെ അനുസരിക്കാത്ത ജീവിതം ഒരു മുടന്താണ്. ദൈവഹിതമല്ലാത്ത എല്ലാ പ്രവൃത്തികളും ഒരു മുടന്തന് സമാനമായ നിങ്ങളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മുടന്തനായി, ഒന്നുകിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, നുണ പറയുന്നത്, മറ്റുള്ളവർക്ക് രേഷണി പറയുന്നത്, മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടുന്നത്, അവന്റെ നന്മയ്ക്കെതിരെ പോരാടുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് മുടന്തുണ്ട്. ലേരിയ. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കുറ്റം പറയാത്ത, നുണ പറയാത്ത ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. അല്ലേരിയ.
പണ്ടൊരു ദൈവദാസം പ്രസംഗം ഞാൻ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കുക വാസ്തവേ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം, ഈ ഇരിക്കുന്ന വിശ്വാസികളോട് തെറ്റിക്കരുതെന്ന് പറഞ്ഞു. അല്ലേ ഏരിയ അദ്ദേഹം പറയാം ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെറുപ്പകാലം നിങ്ങളെ അന്നത്തെ കാലത്ത് നേരത്തെ ആശാന്റെ അരിക്കലാണല്ലോ വിടുന്നത്. ആശാന്റെ അരിക്ക് തൊട്ട് നിങ്ങളെ വിട്ട് നിങ്ങൾ അവിടുന്ന് ആശാന്റെ അരിക്ക് കളരിയൊക്കെ പഠിച്ച് അക്ഷരമൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് വന്നു. പിന്നെ തുടർന്ന് നിങ്ങൾ പഠിച്ച് ഈ പരുവത്തിലായി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ആശാന്റെ അരിക്കില്ല, ഡേ കെയർ ആണല്ലോ, ഡേ കെയർ, പിന്നെ നഴ്സറിയൊക്കെ അംഗൻവാടിയൊക്കെ അല്ലേ. അങ്ങനെ പഠിച്ചു ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിനൊക്കെ മോള് ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നൊരു നുണ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളെ ഏറ്റവും വലിയ നുണയൻ. നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങളാണ് ഏറ്റവും വലിയ നുണയൻ. ലഭിക്കുക പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങളാണ് ഏറ്റവും വലിയ പാപി. ഭോഷ്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങളാണ് ഏറ്റവും വലിയ ഭോഷ്കിന്റെ ഉടവൻ. അല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകുറ്റമുണ്ട്, ആത്മീയ മുടന്തുകൾ നമുക്കുണ്ട്. ഞാൻ നിങ്ങളോട് ദൈവത്തിന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും കുറവുകളുണ്ട്. പ്രൈസോ ആ കുറവുകളെ ഞാൻ അറിഞ്ഞ് എപ്പോഴും എൻ്റെ ആത്മീയ കുറവുകൾ, എന്നിലുണ്ടാകുന്ന മുടത്തിന് സമാനമായ അനുഭവങ്ങളെ ഞാൻ ദൈവത്തോട് ഏറ്റുപറയും. പ്രൈസോ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ ഹൃദയത്തിലൊരു സമാധാന സന്തോഷം ഉണ്ടാകും. അല്ലേലിയ ജീവിതം അഭിവൃദ്ധിപ്പെടും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നീ മടങ്ങി വാ. നിന്റെ കുടുംബം ഇന്നും അരാജകത്വത്തിൽ കിടക്കുകയല്ലേ, കണ്ണുനീരിൽ കിടക്കുകയല്ലേ. ഉയർച്ച പല പ്രാവശ്യം നിന്റെ അരികിൽ തേടിയെത്തിയില്ലേ, പലപ്പോഴും ഉയർച്ചയുടെ നടുവിലേക്ക് വന്നില്ലേ, അവിടെല്ലാം നീ പരാജയപ്പെട്ടു പോയില്ലേ. നീ ഏതെല്ലാം ബിസിനസ് ചെയ്തു, അതെല്ലാം തകർന്ന് തരിപ്പണമായില്ലേ. കടം കയറി നീ കടക്കാരനായി മാറിയില്ലേ. ഏതെല്ലാം ജോലി നീ ചെയ്തു, ഒരു ജോലി നിനക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. എന്തെല്ലാം കൃഷികൾ നീ ചെയ്തു നോക്കി, അവിടെ എല്ലാം നീ പരാജയപ്പെട്ടില്ലേ. അല്ലേലിയ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നിന്റെ ആത്മജീവിതത്തിലെ മുടന്തം മാറ്റണം. അല്ലേലിയ അപ്പം ഇവിടെ പൗലോസും ബർണബാസും ലൂസ്ത്രയിൽ വന്ന് ഈ മുടന്തന് സൗഖ്യം കൊടുത്തപ്പോൾ ലൂസ്ത്രയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ പറയുകയാണ് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു എന്ന്. എന്നിട്ട് അവർക്ക് യേശുവിനെ മനസ്സിലാകുന്നില്ല. അവർ ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് പറഞ്ഞാണ് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പൗലോസിനും ബർണബാസിനും യാഗം കഴിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് പൗലോസ് അവരെ തിരുത്തുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഈ വ്യർത്ഥമായ കാര്യം ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്, ഞങ്ങൾ ദേവന്മാരൊന്നുമല്ല. ഞങ്ങൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്, ദാസന്മാരാണ്. ഞങ്ങൾ ചെയ്ത പ്രവൃത്തിക്കകത്ത് ദൈവസാന്നിധ്യമാണ്. അങ്ങനെ ലൂസ്ത്രയിലുണ്ടായിരുന്ന അവിടുത്തെ ജനത്തിന്റെ ആത്മീയ മുടന്തുകൾ മാറ്റി, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പാപപ്രവർത്തികൾ വിട്ട് യേശുക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്, യേശുവിനെ വെളിപ്പെടുത്തുക. അല്ലേലിയ നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് പെന്തക്കോസ്. ഇന്നത്തെ കാലം പെന്തക്കോസ് എന്ന് പറയാൻ പോലും ജനത്തിന് അറിയത്തില്ല. പലരും പെന്തിക്കോസ്ത് എന്നൊക്കെ പലരും പറഞ്ഞ് കളിയാക്കുന്ന ഈ സാഹചര്യത്തെ എന്നെ കേൾക്കുന്ന ശ്രോത, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു അനുഭവം, ഒരു സഭയല്ല, ഒരു മതമല്ലത്. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിലെ അനുഭവം അപ്പോസ്തലപ്രവൃത്തി 2:1 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഇതൊരു പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ഈ യേശുക്രിസ്തുവിനോട് ലഭിക്കുന്ന അനുഭവത്തെയാണ് ദൈവത്തിന്റെ ദാസിദാസന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സൗഖ്യമുണ്ട്. അല്ലേലിയ എത്രയോ തവണകൾ നിങ്ങളുടെ അരികെ സുവിശേഷകർ കടന്നു വന്നു. എത്രയോ പ്രാവശ്യം നിങ്ങളുടെ സുവിശേഷം പറഞ്ഞു. എത്രയോ പ്രാവശ്യം സുവിശേഷം പറഞ്ഞ് നിങ്ങൾ മൂളിക്കേട്ടിട്ട് നിങ്ങൾ അതിനെ തിരസ്കരിച്ചു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും മുടന്താണ്. അല്ലേലിയ വചനം കേൾപ്പാൻ കഴിയാത്തതൊരു മുടന്താണ്. വചനം പ്രസംഗിക്കുന്നവനെ ഉപദ്രവിക്കുന്ന മുടന്തന്റെ സ്വഭാവം, മുടന്തുള്ള സ്വഭാവമാണ്. വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അസഭ്യം വിളിച്ചു പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലെ മുടന്താണ്. അങ്ങനെ നിങ്ങൾ വിവിധ നിലകളിൽ മുടന്തുള്ളവനായി നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമല്ലേ. അതിൽ നിന്നെ കരകയറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മുൻകാലങ്ങളിൽ നീ ചെയ്തു പോയ സകല പാപങ്ങളും യേശു ക്ഷമിച്ചു തരുവാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 14:1 അറിയായ്മയുടെ കാലങ്ങളിലെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു തരുമെന്ന്. നീ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നിന്റെ മുൻകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം അത് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എടുത്തെറിയുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. നിനക്കൊരു സൗഖ്യ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിങ്ങളൊന്ന് ചിന്തി, നിങ്ങളുടെ ശിരസ്, നിങ്ങളുടെ ശരീരത്തിനകത്തും പുറത്തുമായി എത്ര രോഗങ്ങളാണ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്നതാണ്. ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നത്തേതില്ല മനുഷ്യന്റെ മരണമാണ്. ഒരു കണക്കിന് ക്യാൻസറിനെക്കാളൊരു മാരകമാണ് ഈ ഷുഗർ എന്നൊക്കെ പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല, ദൈവമായിട്ട് ബന്ധമില്ല. അല്ലേ? യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നമാവി പൗലോസിന്റെ ശുശ്രൂഷയിൽ അല്ലേരിയ ഈ മുടന്തന് സൗഖ്യം കൊടുത്ത് അല്ലയ്യ, അതുപോലെ ആമി പത്രോസിന്റെ ശുശ്രൂഷയില് ആമി സ്തോത്രം അല്ലേരിയ, സ്തോത്രം ആമീൻ, തബീതയ്ക്ക് സൗഖ്യം കൊടുത്തതുപോലെ, മരിച്ച തബീത എഴുന്നേൽപ്പിച്ചതുപോലെ പത്രോസിന്റെ ശുശ്രൂഷയിലും സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിലിരുന്ന ആ മുടന്തന് സൗഖ്യം കൊടുത്തെങ്കിൽ തളർവാദം പിടിച്ച് പക്ഷവാദം പിടിച്ച് കിടന്ന അയനയാസിനെ പത്രോസിന്റെ വാക്കുകളുടെ സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഫിലിപ്പോസ് ശബരിയ പട്ടണത്തിൽ ചെന്നു. സുവിശേഷം മുഖാന്തരം ചിതറിപ്പോയി ജനം. പുസ്തകപ്പുറത്ത് 8 വായിക്കും കാണുന്നുണ്ട്. ചിതറിപ്പോയിൽ ഒരുവനായിരിക്കുന്ന ഫിലിപ്പോസ് ശബരിയ പട്ടണത്തിൽ ചെന്നു. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ, യേശുവിനെ പ്രസംഗിച്ചപ്പോൾ പക്ഷപാതക്കാരും മുടന്തരും രോഗികളും ഒക്കെ സൗഖ്യം പ്രാപിച്ച് വലിയ അത്ഭുതങ്ങളും വീര്യപ്രവർത്തനങ്ങളും പട്ടണത്തിൽ ഇറന്നു. ആ പട്ടണം മുഴുവൻ സന്തോഷിച്ചു എന്ന മഹാസന്തോഷം ഉണ്ടായെന്ന. അത് യേശുവിനെ കുറിച്ച് എവിടെ പറയുന്നോ അവിടെ എല്ലാം മഹാസന്തോഷം ഉണ്ടാവും. യേശുവിനെ എവിടെല്ലാം പറയുന്നോ അവിടെ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം നിന്റെ ഭവനത്തിനകത്ത് വന്ന് ദൈവദാസന്മാർ പറയുമ്പോൾ നിന്റെ ഭവനത്തിനകത്തെ ദുർഭൂതങ്ങൾ ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയ ശുശ്രൂഷയുമായിട്ട് കടന്നു വരുന്ന ദൈവദാസിദാസന്മാരെ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനകത്ത് ദുരുപദേശങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതൊരു ബിസിനസ് ആക്കി വരുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച, നന്നായിട്ട് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. ഹല്ലേലൂയ. നന്നായിട്ട് ആത്മാവിൽ ദൈവദാസന്മാർ എഴുതിയ ഒരു പാട്ടിനെ കുല ചെയ്യുകയാണ്. ആ പാട്ടിനെ നശിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ നൃത്തങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒത്തിരി ദുരാത്മ സേവകള്, ദുർഭൂത സേവകള്, ലഘ്യവും വ്യാപിച്ച ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അല്ലേരിയ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥവും അല്ല ഉണ്ടെന്നേ. അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കല്ലേ. എല്ലാവരും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാവരും ഇരിക്കും നിങ്ങൾ ചെന്ന് നിൽക്കരുത്. നല്ലതും തീയതും ശോധന ചെയ്തറിയണം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഇവിടെ പൗലോസ്, ബർണ്ണബാസ് എന്നൊക്കെ പറഞ്ഞ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ അപ്പോസ്തലന്മാരാണ്. അവരുടെ വാക്കുകളിൽ അധികാരമാണ്. അവർ എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ എല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെടും. അതെ, ദൈവം നിന്റെ വീട്ടിലേക്ക് ഒരു ദൈവദാസനെ അയക്കുമ്പോൾ, ഒരു ദൈവദാസന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ നിന്റെ ഭവനത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കാതെ അവരുടെ മുമ്പിൽ നിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, അവിടെ യേശുവിന്റെ നാമം നിന്റെ ഭവനത്തിൽ വരുന്ന ദൈവദാസിദാസന്മാരുടെ നാവിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തെ ആത്മീയ മുടത്തിനെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിന്റെ നാമത്തിന് അത്ര അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇത്രത്തോളം അധികാരമുള്ള, സകല നാമത്തിനും മേലായ നാമമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരം മറ്റൊരിടത്തും കിട്ടാനില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രമേ സർവ്വലോകത്തിലെ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകാനുള്ള അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം പൗലോസിന്റെ ബർണ്ണബാസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഹല്ലേലൂയ, ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ആ മനുഷ്യന് എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനകത്ത് അധികാരം വെളിപ്പെട്ട് അവൻ കുതിച്ചെഴുന്നേറ്റതുപോലെ നിന്റെ ആത്മീയ മുടത്ത് മാറി നീ കുതിച്ചെഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ പലവിധത്തിലും മുടന്തനാക്കി മാറ്റാൻ സാത്താൻ ശ്രമിക്കും. ശുശ്രൂഷയിൽ നിന്നെ തള്ളിയിടാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ധനമോഹം നിന്റെ ഉള്ളിലേക്ക് കൊണ്ടെത്തരും. ജീവനത്തിന്റെ പ്രതാപം കൊണ്ടെത്തരും. കൺമോഹം കൊണ്ടെത്തന്ന് നിന്നെ ആത്മീയ മുടന്തുള്ളവനാക്കി പിശാച് മാറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനൊരു കത്തി ശോഭിച്ചെന്ന പലരും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. രക്തം ചെയ്യും. അത് നിനക്കൊരു വിടുതൽ യേശു വെച്ചിട്ടുണ്ട്. നിനക്കൊരു വിടുതൽ ദൈവം യേശു വെച്ചിട്ടുണ്ട്. നിനക്കൊരു നിന്റെ മേലൊരു ദൈവിക പ്രവൃത്തി ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ ദൈവം ഒന്ന് മാറ്റുവാൻ ആഗ്രഹിക്കുക.
ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ പറയുന്ന ദൂത്, നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഗ്രഹത്തെ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. അപ്പൊ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഈ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള സന്തോഷം നിറയുക. അല്ലേറിയ അവൻ അതുവരെ വിലാപമായിരുന്നു. പക്ഷെ അവന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിക്കാത്ത സന്തോഷമാണ്. എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞ കണ്ണുനീരിന്, നീ കടന്നുപോയ വിഷയത്തിന്, നീ ഇപ്പോഴും ഭാരപ്പെടുന്ന വിഷയത്തിന്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രൈസറോ, ഈ മുടന്തനമായ മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള അല്ലേറിയ സന്തോഷം വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ യേശു ചെയ്ത നന്മകളോർത്ത് പറഞ്ഞറിയിക്കാനാവാത്ത ചില സന്തോഷമായി ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസറോ, വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ നന്നായിട്ട് അറിയുന്നവൻ യേശുവാ. നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരുവരുണ്ടെങ്കിൽ ഇത് യേശു മാത്രമേ ഉള്ളൂ. ലോകത്തിൽ എല്ലാവർക്കും നിങ്ങളെ അറിയില്ല. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപട്ടത്ത് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 1 കിലോമീറ്ററിനുള്ളിൽ നിങ്ങളെ എല്ലാവരും അറിഞ്ഞേക്കും. നല്ല ഏരിയ, അല്ലാതെ നിങ്ങളെ ആർക്കും അറിയത്തില്ല. എന്നാൽ സർവ്വലോകത്തിന്റെയും ഭരണാധികാരി, സകല ലോകത്തിന്റെയും കർത്താവ് അല്ലേരിയ നിങ്ങളെ അറിയുന്നു. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും നിങ്ങളുടെ പേരും വീട്ടുപേരും അടക്കം നിങ്ങളുടെ അഡ്രസ് മുഴുവൻ യേശു പറയുന്നു. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ എവിടൊക്കെയാണ് കുറവുള്ള ബലഹീനതയുള്ള യേശു അറിയുന്നുണ്ടെന്ന്. നിന്റെ ബലഹീനതകൾ എന്താണെന്ന് യേശു അറിയുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്തെ പ്രതിസന്ധി യേശു അറിയുന്നു. അതിനെല്ലാം പരിഹാരം നൽകുന്ന യേശു വിശ്വസ്തനാണ്. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ അക്ഷരാർത്ഥത്തിലുള്ള അത്ഭുതങ്ങളുമുണ്ട്, ആത്മീയപ്രകാരമുള്ള അത്ഭുതങ്ങളുമുണ്ട്. അല്ലെ, ഇന്നും കർത്താവ് മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു. അതേസമയം തന്നെ ആത്മീയജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കാതെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മുടന്തരെയും കർത്താവ് സൗഖ്യമാക്കി സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരുക്കുന്നു. അപ്പൊ ഇന്നും കർത്താവ് മുടന്തന്മാരെ സൗഖ്യമാക്കുന്നുണ്ട്. നമ്മുടെ അനവധി ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്കകത്ത അപ്പോസ്തലനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച ശക്തരായി ദൈവസന്നിധി കളവ് കൂടാതെ വ്യാകരം കൂടാതെ വിശുദ്ധിയോടെ നിൽക്കുന്ന ശുശ്രൂഷകരിൽ കൂടെ മുടന്തന്മാരെ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ട നാളിൽ തൊട്ട് ഇന്ന് വരെ അതേ അനുഭവത്തിലൂടെ മുന്നോട്ട് ഉയരുവാൻ കഴിയാതെ, ദൈവനാമത്തെക്കുറിച്ച് പറയാൻ കഴിയാതെ ആത്മീയ മുടന്ത് പ്രാപിച്ച പലരെയും കർത്താവ് അതിൽ നിന്ന് ഉയർത്തി ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നുണ്ട്. അതെ, നീ ഇതുവരെ തളർന്നിരിക്കുകയാണോ ശ്രോതാവി? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു വാക്കുച്ചരിപ്പാൻ കഴിയാതെ, ദൈവനാമത്തെക്കുറിച്ചൊരു വാക്ക് പറയാൻ കഴിയാതെ, നിന്നിൽ ഏൽപ്പിച്ച ദൗത്യം സുവിശേഷം നീ മറ്റൊരാൾ പങ്കുവെക്കാൻ കഴിയാതെ നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതൊരു മുടന്താകട്ടോ. ലേരിയ, അതിൽ നിന്നെ ദൈവം കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. അല്ലേരിയ. അപ്പൊ ഈ മനുഷ്യൻ കൊതിച്ചെഴുതിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ലൂസ്ത്രയിലുള്ള എല്ലാ ജനങ്ങളും അല്ലേരിയ സ്തോത്രം ലുക്കവോനിയ ഭാഷയിൽ വിളിച്ചു പറയുക, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു. അല്ലേരിയ. സുവിശേഷത്തിന്റെ വ്യാപനം ഒന്ന് മനസ്സിലാക്കിയേ. അല്ലേരിയ. പൗലോസ് അവരെയാണ് തിരുത്തിയത്. ഞാൻ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ, നിങ്ങൾ നിങ്ങളുടെ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് യേശുവിനെ ദൈവത്തിൽ വിശ്വസിക്കണം. അത് ലോകം മുഴുവൻ വിവിധമായി വ്യർത്ഥ കാര്യങ്ങൾക്കിടം കൊടുത്ത് വ്യർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെയാണ്. അതും ഒരു മുടന്താകട്ടോ, രക്തം ചെയ്യും. അല്ലേരിയ. അപ്പൊ ഈ അക്ഷരാർത്ഥത്തിലും അന്ധന്മാർക്ക് കാഴ്ച പ്രാപിക്കും. അതേസമയം അവന്റെ ആത്മീയങ്ങൾ തുറക്കപ്പെടുമ്പോൾ അവൻ വീണ്ടും വലിയ അനുഗ്രഹമായ അനുഭവത്തിലേക്ക് വരുന്നവരുണ്ട്. ആശ്ചര്യമായിട്ട് മുടന്തന്മാര് കൂട്ടന്മാർക്ക് അന്ധന്മാര് സൗഖ്യ പ്രാപിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ശുശ്രൂഷയിലും കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾ കാഴ്ച ലഭിച്ചതായിട്ട് നമുക്കറിയാം. അല്ലേരിയ. എന്നാൽ ആത്മീയ അന്ധത അതുകൂടെ മാറണം. പല വിശ്വാസികളും ഇന്ന് ആത്മീയ അന്ധതയിൽ കിടക്കുക. അല്ലേരിയ. ആത്മീയ അന്ധത മാറണമെങ്കിൽ വേദപുസ്തകം പറയുന്നത് 119 സംഗീതത്തിന്റെ 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് എന്റെ കണ്ണുകളെ തുറക്കണമേ. അല്ലേരിയ. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യമായുള്ള മുടന്തന്റെ, കുരുടന്റെ, ചെകിടന്റെ, അതുപോലെ വിവിധ രോഗികളുടെ സൗഖ്യം നമ്മൾ കണ്ടത്.
എന്നാൽ നിന്റെ ജീവിതത്തിനകത്ത്, ആത്മീയ അന്തരീക്ഷത്തിനകത്ത്, ആത്മീയ അനുഭവത്തിൽ നിന്റെ കണ്ണിന്റെ കുരുടൊന്ന് മാറിയാൽ, നിന്റെ അകത്തെ കണ്ണൊന്ന് പ്രകാശിച്ചാൽ, വേദപുസ്തകത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിൽ അനവധി അത്ഭുതങ്ങളുണ്ടെന്നാണ്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞു നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുന്നു. അപ്പൊ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ പുറമെയുള്ള കണ്ണുകൊണ്ട് കഴിയില്ല. ഹല്ലേലൂയ. പുറമെയുള്ള കണ്ണുകൊണ്ട് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ അനേകം അത്ഭുതങ്ങളുണ്ട്. ഹല്ലേലൂയ. അവയെ ശരിയായ നിലയിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. തിരുവചനത്തിലെ യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആത്മീയ അർത്ഥത്തെ, ആത്മീയ വചനത്തെ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ആത്മീയ കണ്ണ് തുറക്കണം. രക്തം ചെയ്യും. നിങ്ങൾ തിരുവചനത്തെ അത്ഭുതങ്ങളെ കാണണം. ഹല്ലേലൂയ. നിനക്കൊരു സൗഖ്യം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. പല ആളുകൾ സൗഖ്യമില്ലാതെ കിടപ്പിൽ കിടന്നിട്ട് എത്രയോ നാളുകളായി. രക്തം ചെയ്യും. ഒന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. മറ്റുള്ളവർ നടക്കുന്ന പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ കാണുന്നവർ കാണുവാൻ, മറ്റുള്ളവർ കേൾക്കുന്നത് പോലെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കാത്തിടത്തോളം കാലം അവരുടെ കഷ്ടതയിൽ അവർക്ക് ഉയരാൻ കഴിയത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധാവി, നിന്റെ ജീവിതത്തിന്റെ കഷ്ടത മാറണമെങ്കിൽ നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണം. പ്രൈസലോ. ലോകപ്രകാരമുള്ള അത്ഭുതങ്ങളെ നോക്കി നീ പോകരുത്. ലോകത്തിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നു എന്നൊക്കെ പലരും അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ് കേട്ടിട്ട് നീ അങ്ങോട്ട് പോകാതെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് മുഴങ്ങാനും അടക്കിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവ് എന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ ഈ വചനത്തിനകത്ത് എനിക്കുള്ള സകല അത്ഭുതങ്ങളുമുണ്ട്. ഈ പുസ്തകത്തിനകത്ത് എനിക്കും എന്റെ കുടുംബത്തിലുള്ള എല്ലാ അത്ഭുതങ്ങളുമുണ്ട്. ഈ വചനത്തിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് എന്റെ ശരീരത്തിലെ എല്ലാ രോഗങ്ങൾക്കുള്ള സൗഖ്യവും അത്ഭുതമുണ്ട്. അതെനിക്ക് അനുഭവിക്കുവാൻ എന്റെ ആത്മീയ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കഷ്ടത മാറും. രോഗം മാത്രമല്ല കേട്ടോ, ശാപം മാറും, പാപം നീങ്ങും. നിന്റെ ബന്ധനം വഴിയും. ഹല്ലേലൂയ. കടക്കണി മാറും. സോദരം, നിനക്ക് ഉയർച്ച ഉണ്ടാവും. നീ തഴച്ചു വളരുന്ന ഒരു ഒലിവ് പോലെ ദൈവം നിന്നെ മാറ്റും. പ്രൈസോ. ശുശ്രൂഷയിൽ ഉയരുവാൻ കഴിയാതെ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ പലപ്പോഴും നിന്റെ അരങ്ങുന്ന ഭാരപ്പെടുന്ന അനുഭവമില്ലേ? ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നീ വെമ്പൽ കൊള്ളുന്ന അനുഭവമുണ്ട്. എന്തു പറയും, എന്ത് ശുശ്രൂഷിക്കുന്നു ഓർത്ത് നീ മനം കലങ്ങിയ സന്ദർഭമില്ലേ? ആ സന്ദർഭങ്ങൾക്കകത്ത് ദൈവം നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നാൽ നീ തഴച്ചു വളരുന്ന ഒലിവ് പോലെ, ഹല്ലേലൂയ, ദൈവം നിന്റെ ശുശ്രൂഷയെ മാനിക്കും. രക്തം ചെയ്യും. നമ്മൾ സമയത്തെ വേർതിരിക്കണം. കർത്താവിന് വേണ്ടി സമയത്തെ വേർതിരിച്ച് മറ്റുള്ള എല്ലാ ചിന്താഗതികളും മറന്നിട്ട്, മറ്റുള്ള എല്ലാ ചിന്താഗതികളും മാറ്റിവെച്ചിട്ട് നിങ്ങളും സത്യവേദ പുസ്തകവും ആയിട്ട് ദൈവത്തിന് വന്ന് ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ മാത്രമേ കാണാവുള്ളൂ. മറ്റൊന്നും കൊണ്ടുവരരുത്. ബൈബിൾ അല്ലാതെ മറ്റൊന്നും കൊണ്ടുവന്നാൽ നിന്റെ ശ്രദ്ധ അതിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന് മുഴങ്ങും ബൈബിൾ മാത്രം നിങ്ങൾ തുറന്നു വെച്ച് നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാമെങ്കിൽ നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്നിട്ട് ആ വചനത്തെ, അത്ഭുതത്തെ നിന്റെ അകത്തെ കണ്ണുകളിൽ പ്രകാശിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറ്റൊന്നും കൊണ്ടുവരരുത്. പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ കയ്യിൽ ഇപ്പം പലതായിരിക്കുന്നത്. ചിലയിൽ ഒന്നും രണ്ടും ഒക്കെ ഇരിക്കുന്നത്. ഇല്ലേ? എന്താ ഈ മൊബൈല്? അതൊക്കെ നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ ആരാധനയ്ക്ക്, നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ നന്മയ്ക്ക്, നിന്റെ വിടുതലിന് തടസ്സമായതിനെയൊക്കെ നീ മാറ്റിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ നീ ദൈവത്തിന് വന്നിരിക്കുന്നെങ്കിൽ ദൈവം നിന്റെ ആത്മീയ കണ്ണ് തുറക്കും. രക്തം ചെയ്യും. പ്രൈസലോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ഈ രീതി ജീവിക്കേണ്ടവനല്ല, നീ ഈ നിലയിൽ ജീവിക്കേണ്ടവനല്ല, നീ ഈ സാഹചര്യത്തിൽ ജീവിക്കേണ്ടവനല്ല, നീ ഈ അവസ്ഥയിൽ ജീവിക്കേണ്ടവനല്ല. ഹല്ലേലൂയ.
പക്ഷേ നിനക്ക് ഉയർച്ചയില്ലാത്തത് എന്തുകൊണ്ടാ? നിന്റെ ജീവിതത്തിന്റെ കുറവുകളാ. എവിടേക്കോ നിനക്ക് മുടത്തുണ്ട്. ആ മുടത്തിനെ നീ തന്നെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രമാണത്തിലെ സത്യവേദ പുസ്തകത്തിനകത്തെ അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ നീ ശ്രമിക്കണം. ഇവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലേലൂയ. അപ്പൊ അവൻ തന്റെ ആത്മീയ നയനങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സങ്കീർത്തനക്കാരൻ തന്റെ ആത്മീയ നയനങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കാഴ്ചയിലാണ് വെളിപ്പാടുകളും വരങ്ങളും ലഭിക്കുന്നത്. പ്രവേശനം. അല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ തന്റെ പുറത്തെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പത്മോസിന്റെ ഏകാന്തതയും കാട്ടരുവികളും പാറകളും ആമി കാട്ടുപക്ഷികളും അതിന്റെ ആരവാരങ്ങളും ഒക്കെ യോഹന്നാന് കേൾക്കാൻ കഴിയത്തുള്ളൂ, കാണാനും കഴിയത്തുള്ളൂ. എന്നാൽ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ആത്മീയ നയനങ്ങളൊന്ന് തുറക്കണം, എന്റെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കണമേ, എനിക്ക് ചില വെളിപ്പാടുകളും ദർശനങ്ങളും നൽകണമെന്ന് ആ ഭക്തൻ ആ പത്മോസിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ ആത്മീയ കണ്ണുകൾ തുറന്നു. ആത്മീയ നയനങ്ങളെ തുറന്നിട്ട് പറഞ്ഞു, ഇവിടെ കയറി വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ കയറുക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 4 വായിക്കുന്നില്ലേ? അതെ, നിന്റെ ആത്മീയ കണ്ണ് തുറന്നാൽ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു പറയും, ഇവിടെ കയറുക, മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് യോഹന്നാനോട് പറഞ്ഞതുപോലെ ദൈവം നിന്നോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നോട് സംസാരിപ്പാൻ ചില പുതിയ വെളിപ്പാടുകളെ, ചില ദർശനങ്ങളെ, ചില സ്വപ്നങ്ങളെ, വചനത്തിൽ ചില ആഴമായ മർമ്മങ്ങളെ, ചില വെളിപ്പാടുകളെ ആമേൻ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പൗലോസിലൂടെ ബർന്നബാസിലൂടെ അസാധാരണമായി ശുശ്രൂഷ വെളിപ്പെട്ടതുപോലെ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അസാധാരണമായ ചില പ്രവൃത്തികളെ ദൈവം വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഞാൻ ഈ ദൈവത്തിനൊക്കെ വളരെ വിശ്വസിക്കുന്ന ആളാണ്. പണ്ടത്തേനേക്കാൾ വിശ്വാസം ഇപ്പോഴെനിക്ക് ജീവിതത്തിൽ വചനത്തിൽ വന്നു. എനിക്കറിയാം, വചനമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വചനമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, വചനമില്ലാതെ നടക്കാൻ പറ്റത്തില്ല, വചനമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വചനമില്ലാതെ ഉയരാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ നയനങ്ങൾ തുറക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ചില ദൂതുകളും ചില വെളിപ്പാടുകളും ചില ആലോചനകളൊക്കെ നൽകണം. ദൈവത്തിന് മുഴങ്ങാനും മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾക്കതിന് കഴിയണം. രക്തം ചെയ്യാം. നീ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒതുങ്ങിക്കൂടാനല്ല നിന്നെ ദൈവം വിളിച്ചത്. ചിലർ പറയുന്ന കേൾക്കത്തില്ലേ, ഒരു വിശ്വാസിയായിട്ട് അങ്ങ് ഇരുന്നാ മതി. അല്ല, നീ ഒരു വിശ്വാസിയായിട്ട്, കേവലം ഒരു വിശ്വാസിയായി മാത്രം നീ ഒതുങ്ങിയിരിപ്പാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ചിലരുടെയൊക്കെ ധാരണ ചിന്ത അങ്ങനെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ത്യത്തോളം മരണം വരെ എങ്ങനെയും ഒരു മൂലയ്ക്ക് വന്നിരുന്നാൽ മതി. അങ്ങനെ ഇരിക്കുന്ന അനവധി ആളുകളാണ്. പക്ഷെ ദൈവം നിന്നെ വിളിച്ചപ്പോൾ തന്നെ നിനക്കൊരു വിശാലമായ ഒരു ശുശ്രൂഷ നിനക്ക് തന്നിട്ടുണ്ട്. ദൈവം നിന്നെ വിളിച്ച് വേറെ പാപത്തിന് പരിഹാരം നിന്നെ ശുദ്ധീകരിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക് ആദ്യം തന്ന ശക്തമായൊരു നിയോഗം വെളിപ്പാടുണ്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു നിയോഗം എന്താണ്? അപ്പോസ്തലപ്രവൃത്തി വായിക്കും 1-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. ഒരിടത്ത് ഒതുങ്ങിക്കൂടുവാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരനായ ഒരുവനായിട്ടല്ല നിന്നെ ദൈവം വിളിച്ചത്. യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നീ കർത്താവിന്റെ സാക്ഷിയായി മാറാനാ. അപ്പൊ നിന്നെ വിളിച്ചപ്പോൾ തന്നെ വിശാലമായ ശുശ്രൂഷ തന്നു. പക്ഷെ നിന്റെ കണ്ണുകൾ അത് കാണാൻ കഴിയുന്നില്ല. നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ കഴിയുന്നില്ല. നിന്റെ പുറത്തെ കണ്ണുകൾ കൊണ്ട്, നിന്റെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ടാണ് നീ അത് കാണുന്നത്. എന്നതിന്റെ ആത്മീയ നയനങ്ങൾ തുറന്നാൽ, ആത്മീയ കണ്ണുകൾ തുറന്നാൽ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം നിന്നെ നിന്റെ സ്വന്തം നാട്ടിലും നീ നിൽക്കുന്ന സംസ്ഥാനത്തിലും അയൽ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്കും ദൈവം നിന്നെ അയക്കാൻ തുടങ്ങും. അതിന് ആത്മീയ കണ്ണ് തുറക്കണം. നിങ്ങൾ സാധാരണക്കാരനായി ഇരിപ്പാൻ ആഗ്രഹിക്കരുത്. അതുപോലെ അനേകം ആത്മീയ അന്ധതയെ കർത്താവ് നീക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവഹൃദം അറിയും വിധം കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി
അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ചെവികൾ പരിച്ഛേദന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലേലിയ. അപ്പൊ ആത്മീയ അന്ധത മാറണം. നിങ്ങളുടെ ആത്മീയ അല്ലേലിയ കേൾവിക്കുറവിന് മാറ്റം തന്ന്, കേൾവി തന്ന്, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് സാക്ഷി പറയുവാൻ വേണ്ടി ലജ്ജിക്കാതെ വണ്ണം ദൈവം നിങ്ങളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ അന്ധത മാറ്റി കേൾവി തന്ന അങ്ങനെ ഊമനും ചികടനുമായിരിക്കുന്ന മനുഷ്യനെയൊക്കെ ദൈവം സൗഖ്യമാക്കിയത് എന്തിനാ? കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാ. അല്ലേലിയ. ഊമനും ചികടനുമായിരുന്ന മനുഷ്യനെയൊക്കെ ദൈവം സൗഖ്യമാക്കി. കേൾവിയില്ലാത്തതിന് കേൾവി കൊടുത്തു, ഉടനെ കാഴ്ച കൊടുത്തതൊക്കെ അതുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് അവന്റെ തന്നിഷ്ടത്തിന് പോകാനല്ല, കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാ. അതെന്തിന്റെ ദൈവം വിളിച്ചത് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാ. യേശുവിനെ കുറിച്ച് നീ പറയണം. അല്ലേലിയ. കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് നീ ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. നിന്നിലൊരു പകർച്ച ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ, ഒരു ആത്മീയ പകർച്ച ദൈവം നിന്നിലേക്ക് പകരാൻ ആഗ്രഹിക്കുക. ഒരു അന്തികാല ഉണർവ് ദൈവം നിന്നിലൂടെ പകരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആരാധനയിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും നിന്റെ ദൈവജനത്തിനകത്തും അനേകർ രക്ഷിക്കപ്പെട്ട് ചാനപ്പെട്ട് ശക്തമൊരു ആത്മീയ പകർച്ച, ഒരു അന്തികാല അഭിഷേകം നിന്റെ ശുശ്രൂഷയിൽ ദൈവം പകർന്നിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിന്നെ അയച്ച പല ഭാഷകളിലേക്ക് നിന്റെ ശുശ്രൂഷയെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ചിലരുടെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിപ്പാൻ എന്നോട് ദൂത് പറയുന്നത്. അത് ചിലരുടെയൊക്കെ ദൈവാത്മാവ് പറയുന്നത് നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വിശാലത, നിന്റെ ശുശ്രൂഷ വിവിധ ഭാഷകളിലേക്ക് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആത്മീയ കണ്ട് തുറക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ ദൈവം വലിയ ഉപയോഗിക്കുമ്പോൾ യോബ് ഭക്തൻ പറഞ്ഞു, യോബ് ഭക്തൻ ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് യോബ് പറഞ്ഞത്? 29 സംഗീതത്തിന്റെ 15 യോബിന്റെ പുസ്തകം 29 15 വായിക്കും. യോബിന്റെ പുസ്തകം 29:15 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ കുരുടന് കണ്ണും മുടത്തിന് കാലുമായിരുന്നു. ഹല്ലേലൂയ. ആയിരുന്നു എന്ന സ്തോത്രം യോബ് പറയുക. എന്താണ്? ഞാൻ കുരുടന് കണ്ണും മുടത്തിന് കാലുമായിരുന്നു. ആ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോബിന്റെ മുൻകാല മഹത്വത്തെ കുറിച്ചാണ്. യോബിന്റെ പുസ്തകം 29 അധ്യായം ഹല്ലേലൂയ അവിടെ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. തൻ മുൻകാല മഹത്വം ഉന്നതമായിരുന്നു എന്ന് യോബ് പറയുക. ദൈവത്തിന്റെ ദീപം തന്റെ തലയ്ക്ക് മീതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ദീപം തന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ആ ശുഭകാലത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ യോബ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ദീപം, ദൈവത്തിന്റെ പ്രകാശം യോബിന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ യോബിന്റെ മഹത്വം വലിയതായിരുന്നു. എന്നാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ യോബ് പ്രാർത്ഥിക്കുക: കർത്താവേ, പണ്ട് അങ്ങയുടെ ദീപം, അങ്ങയുടെ വെളിച്ചം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് മടങ്ങിപ്പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് യോബിനെ പോലെ ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. അവൻ പട്ടണത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു. യോബ് പണ്ട് പട്ടണത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ പലരും സമ്പന്നരെ സഹായിക്കുന്നവരും ദരിദ്രരെ പീഡിപ്പിക്കുന്നവരും എന്നാൽ യോബിന്റെ നീതിയും നിഷ്പക്ഷതയും പ്രസിദ്ധമായിരുന്നു. അന്നാ കാലം പട്ടണത്തിലുള്ള പല സമ്പന്നന്മാരും ദരിദ്രരെ പിടിച്ചു പറിച്ചു മേടിക്കും, അവരെ പീഡിപ്പിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൽ യോബ് എന്ന് പറയുന്ന വ്യക്തി തന്റെ നല്ല നിഷ്കളങ്കതയും നിർമ്മലതയും സത്യസന്ധതയും ഒക്കെ വിട്ട് പ്രവർത്തിക്കാതെ തന്റെ മഹത്വം ദൈവത്തിന്റെ പ്രകാശം തന്റെ തലയ്ക്ക് മീതെ ഉയർന്നു നിൽക്കുന്നത് പോലെയായിരുന്നു. അതിലേക്ക് മടങ്ങി ഒരു ആഗ്രഹിക്കുക. അതെ, അങ്ങനെ വേണം നിങ്ങളായിരിക്കാൻ. നിന്നെ വിളിച്ച നാളിൽ, നീ ദൈവത്തോടെ ചേർന്ന നാളിൽ, നീ രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവത്തിന്റെ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു നിന്നതുപോലെ ഇപ്പോൾ നീ അനുഭവത്തിലേക്ക് വരണമെന്ന് യോബ് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. നീ മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വരാം. ഹല്ലേലൂയ. അപ്പം വലിയ ദുഃഖത്തിന്റെ പാതയിലൂടെ കടന്നു പോയവനാണ് യോബ്. എങ്കിലും അവൻ കുരുടനും കണ്ണും കാലുമായിരുന്നു എന്ന് പറയുക. വലിയ കഷ്ടതയുടെ നടുവിലൂടെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ യോബ് കടന്നു പോകുമ്പോൾ യോബ് പറയാണ്: ഞാൻ കുരുടന് കണ്ണും ഹല്ലേലൂയ മുടന്തിന് കാലുമായിരുന്നു എന്നാണ്. നമ്മുടെ ചിന്ത കൊണ്ടുപോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം തന്റെ കഷ്ടതയുടെ നടുവിലും
താൻ ദൈവത്തോട് ചേർന്ന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന യേശു ഭൂമിയിലായിരുന്ന നാളുകളിൽ 4 പേർ ചേർന്ന് മുടന്തനായ ഒരു തളർവാദ രോഗിയെ കർത്താവിലേക്ക് പൊക്കിക്കൊണ്ടുവന്നു. ജനം മുഖാന്തരം മാമേന്റെ അകത്ത് കടക്കാൻ കഴിയാത്തതുകൊണ്ട് പുരയുടെ മുകൾ ബോർഡ് പൊളിച്ച് അവരകത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അകത്ത് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട കർത്താവ് തളർവാദ രോഗിയെ സൗഖ്യമാക്കി. കണ്ടോ, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് 4 പേര്. ഹല്ലേലൂയ. ജനത്തിന്റെ തിരക്ക് മുഖാന്തരം യേശുവിന്റെ അരികിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് പുരമുകളുടെ ഓട് പൊടിച്ചിറക്കി യേശുവിന്റെ നടുവിലെ തളർവാദ രോഗിയെ പക്ഷപാത രോഗിയെ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ആ മനുഷ്യനെ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അത് എനിക്ക് അക്ഷരാർത്ഥത്തിൽ മുടന്തരായവരെയും ആത്മീയതയിൽ മുടന്തരായവരെയും നടത്തുവാൻ ദൈവം ശക്തനാണ്. അത് നിന്റെ ജീവിതത്തിന്റെ എല്ലാം മുടന്തും മാറ്റി നിന്നെ നടത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാമോ? നിങ്ങൾക്ക് ദൈവത്തോട് പറയാമോ, കർത്താവേ, എന്റെ ആത്മീയ മുടന്തൊന്ന് മാറ്റണമേ. ഒരുപാട് സ്വഭാവങ്ങളെ നിറയപ്പെട്ട ഒരു മുടന്തനെ പോലെ എന്റെ ജീവിതം തകർന്ന് തരിപ്പുറമായി. കർത്താവ് ഒരു സാധാരണ മനുഷ്യനെ ഒതുങ്ങിയിരിക്കാനല്ലല്ലോ എന്നെ വിളിച്ചത്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യമായി തീരുവാനാണല്ലോ എന്നെ വിളിച്ചത്. അതിനായിട്ട് എന്റെ ആത്മീയ കണ്ണം തുറന്ന ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി ശക്തമായ കൃപയുടെ അനുഭവത്തിൽ എന്നെ മാനിക്കണമേ, എന്റെ കുടുംബത്തെ മാനിക്കണമേ, അങ്ങേന്റെ സന്നിധിയിൽ എന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് ഒരു വിടുതലിത പകൽ നിന്റെ കുടുംബത്തെ ദൈവമായിരിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിൽ 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ, 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രവർഷങ്ങളിൽ, ലോകരാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങളായി 800 കോടി ജനം, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർക്കായി കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് സകല ചൂതാട്ടം, ജടിക, വ്യഭിചാര, ബലസംഘ, വിഗ്രഹാരാധന, സകല അന്ധവിശ്വാസത്തിനും കൂടോത്രങ്ങളും ക്ഷുദ്രങ്ങളും, സകല ദുർഭൂത ആരാധനകളും, സാത്താനിയ തന്ത്രങ്ങൾ, ഓൺലൈൻ സാത്താനിയ ആരാധന കുടുങ്ങി മദ്യത്തിനും മയക്കും ലഹരിക്കും കർത്താവ് തീവ്രവാദ ഭീകരവാദ വർഗീയതയിൽ അകപ്പെട്ട് ദൈവത്തെ അറിയാതെ ഈ ലോകത്തിന്റെ അന്ധതയിൽ കൂടി ആത്മീയ മുടന്ത് പിടിച്ച് നടക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും കർത്താവീശ്വർക്കൊക്കെ മാനസാന്തരം കൊടുക്കണമേ. സാമൂഹ്യ സാംസ്കാരിക ചരിത്രമാദ്യ മീഡിയ രംഗം നിൽക്കുന്ന കർത്താവ് സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, സകല മേലും പൊതുമേഖല, ആരോഗ്യ വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയായിരിക്കുന്ന ജനത്തിനായ കർത്താവിഞ്ഞയുടെ ഭരണ കേന്ദ്രങ്ങളിൽ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തിന് ആത്മീയം മുടന്ത് മാറുവാൻ ഞങ്ങൾ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കും. കരിയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, വാഹനത്തിൽ യാത്ര, വാഹനം സെൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശത്ത് താമസിക്കുന്നവർ, മത്സ്യത്തിന്റെ ആഴക്കടൽ കടന്നുപോയി കരികളും കമ്പിലും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, നല്ലൊരു സ്തോത്രം ഞങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന കർത്താവെ. ചെറുത് വലുതുമായില്ല വഴിയോര കച്ചവടക്കാരെയും വഞ്ചനന്റെ വ്യാപാരി, ശീലമേഖലയും കാർഷിക മേഖലയിലും പാടത്തും പറമ്പിലും കോറിയിലും കല്ലോട് മണ്ണോട് തടിയോട് മല്ലടിച്ച് ചോര വീർപ്പാക്കി അധ്വാനിക്കുന്നവർ കർത്താവ് ഇവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഇവിടെ ആത്മീയകണ്ണ് തുറക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ആത്മീയം ഉടന്താൻ നിറയപ്പെട്ട് കിടക്കുന്ന ജനം വർഗീയതയുടെ പേരിൽ കത്തിക്കുത്തും കൊലപാതകവും നടക്കുമ്പോൾ ജനം മാനസാന്തരം മടങ്ങി വരുവാൻ ശൈശവത്തിൽ ബാല്യം, കൗമാരി, യൗവനത്തിലും വൃദ്ധരശന യാചകർ, ഓർഫനേജോടനും തടവറയിലായിരിക്കുന്ന ജനത്തിനായി പോലീസിന്റെ ക്രമസമാധാനം വിവിധ സെക്ഷനുകൾ, ദുർരക്ഷക ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം തകർന്നവർ, വിവാഹത്തിനൂടെ ആഗ്രഹിക്കുന്നവർ, വിവാഹം കഴിഞ്ഞു നിൽക്കുന്നവർ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കടക്കടിയിലായിരിക്കുന്നവർ, മരണത്തിലേക്ക് വിവിധ മാരകമായ രോഗങ്ങൾക്ക് അധീനരായിരിക്കുന്നവർ, ശാപത്തിൽ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന അനവധി ആത്മീയ മുടത്തുള്ള കർത്താവ് ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. ഞങ്ങളുടെ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആത്മീയ മുടന്ത് മാറി ജീവന്റെ വെളിച്ചം കർത്താവിന്റെ ആത്മീയങ്ങളിൽ പ്രകാശിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്തയിൽ, വൃദ്ധര അശമ യാചകർ, ഓർഫനേജ്, ഓൾറെഡി മുഴുവൻ തടവറയിലായിരിക്കുന്നതിനായി എല്ലാ മേഖല ജനത്തെ ഓരോ കാലവർഷം ശക്തമായി പെയ്തിറങ്ങി കേരളത്തെ സൂക്ഷിക്കണമേ. ഉൾപ്പെട്ടുള്ള സാധ്യതയുള്ള തൃശ്ശൂരിനായി കർത്താവി, മലപ്പുറം, കോഴിക്കോട്, വയനാടിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് താഴ്ന്ന പ്രദേശങ്ങളെ, തീരദേശ മേഖലയിൽ പാർക്കുന്നവർക്കായി, സ്കൂളൊക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളെ, സ്കൂളിലേക്ക് കടന്നു പോകുന്ന കുട്ടികളെ, സ്കൂൾ പരിസരങ്ങളിൽ കർത്താവ് ലഹരി വിൽക്കുന്നവരെ നിയമത്തിന് കൊണ്ടുവരുവാൻ സ്കൂൾ കമ്മിറ്റി, പി ടി കമ്മിറ്റി, സ്കൂൾ
ജനം ഒന്നിച്ച് നിയമത്തെ ഒന്നിച്ച് കർത്താവ് ലഹരി ഉൾപ്പെടെ മാവിയ വ്യക്തികൾ വെളിപ്പെടുന്ന നിയമത്തിൽ കൊണ്ടുവരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മദ്യത്തിലോ ലഹരി അടുപ്പെടാതെ കുട്ടികളെ സുബോധത്തെ മാറ്റിക്കറ്റി വൈകിട്ട് തിരിച്ചു വീട്ടിക്കോളും വാഹനങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ദൈവദാസിദാസമാർ അവരുടെ കുടുംബങ്ങളെയും ദേശത്തും വിദേശ ജോലിക്ക് കടന്നു പോയിരിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നത് മഴയാണെങ്കിൽ വേദന അനുഭവിക്കുന്നവർ നാട്ടിൽ കടന്നു കഴിയാതെ ഭാരപ്പെടുന്നവർ അവരെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചരിത്രം വിടുതലയക്കണമേ, ആശ്വാസം പകരണമേ, വലിയ മഹത്വം വഹിക്കണം. കർത്താവ് ഈ ഇസ്രായേൽ അമ്മയുടെ ഗർഭം മുതൽ മുടതനായ മനുഷ്യന് സൗഖ്യം കൊടുത്തതുപോലെ ഈ ജലത്തിന് ആത്മീയം മുടന്തു മാറി സൗഖ്യം പ്രാപിപ്പാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.